സംസ്ഥാനത്തുള്ള വനം വകുപ്പിന് നിയമമുണ്ടോ? എൻ്റെ ചോദ്യങ്ങൾ ഇതാണ്. ഞാൻ ചോദിച്ചു, എന്നെ തൂക്കിക്കൊല്ലാനൊന്നും നിയമമില്ല. അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? എനിക്കറിയില്ല. രാജഗോപാലെ കഴുത്തി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഇവർ നാട് മൊത്തം ക്ലാസ് എടുക്കുന്നത്. പാമ്പിനെ അങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തുള്ള സയൻറ്റിസ്റ്റുമാർ മൊത്തം ഇയാളെക്കാളും പൊട്ടന്മാരാണ്? പാമ്പിനെ മിൽക്കുന്നത്, പാമ്പിനെ പേരിട്ട് മണിക്കുട്ടി ഇഞ്ഞ് വാ, പാമ്പിന്റെ വനം കൊണ്ട് കുത്തി ക്ലാസ്സിൽ തന്നിട്ട് വന്നാണ് പാമ്പ്. എല്ലാവരും തലയിൽ പിടിച്ചല്ലേ വനം മിൽക്കുന്നത്. ബാബ സുരേഷ് കൊന്ന ഒരു പാമ്പെന്ന് പറഞ്ഞ ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഒരു തെളിവോ ഇന്നലെ ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കുമ്പോൾ മണ്ണെണ്ണ കുളിപ്പിച്ച് വെച്ചിരിക്കും. അപ്പോൾ പാമ്പിൻ്റെ ഭാഷയുണ്ട്, സംസ്കൃതമാണ്. പാമ്പുകൾക്ക് മാത്രമാണ് ജാതി ഇല്ലാത്തത്. ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതിൽ ഊതും. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ അത് പല ഇങ്ങനെയൊക്കെ പോകും. എന്നിട്ട് ഈ അവസാനം പറയും, പാമ്പ് എന്താണ് പറഞ്ഞതെന്നറിയാം, നമുക്ക് നമ്മൾ പറഞ്ഞതെന്ന് പറയും. ഇടുക്കി ജില്ലയിൽ ഒരു കാട്ടുപോത്തിനെ വെടിവെച്ച് ഒന്ന് തല എവിടെ കുഴിച്ചിട്ടിരിക്കുന്നുള്ള ഡീറ്റെയിൽസ് ഞാനിത് ഓപ്പണായിട്ട് നിന്നാണ് പറയുന്നത്. ഒരു റേഞ്ച് ഓഫീസർക്ക് DFOക്ക് വായിച്ചു കൊടുത്തു. ഇന്ന് വരെ ഈ ഇവന്മാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ 5 കേസിലെ പ്രതിയാണ് ഇന്ന് പാമ്പിനെ പിടിക്കുന്ന ഒരാൾ ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്ത്. അഴിമതിയുടെ കൂമ്പാരമാണ്. അവന്മാർ വെടിവെച്ച് പിടിക്കുന്ന ഒരു സാധനം പോലും ജീവിക്കുന്നില്ല. ശബരിമല ഡ്യൂട്ടി ചെയ്തപ്പോൾ ബൈജു കോട്ടപ്പടന്ന പുള്ളി ഞാനും കൂടെ നിൽക്കുന്ന DP ആയിരുന്നു പുള്ളി അപ്പോൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. തന്നിട്ടാണ് അവനെ ശബരിമലത്തേക്ക് ഇപ്പോൾ വാച്ചറായിട്ട് ജോലിക്ക് കയറ്റിയിരിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ബൈജു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞാനാണ് പുള്ളിയുടെ വീട്ടുകാര്യങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത്. ഞാനുമായിട്ട് ആരൊക്കെ കോൺടാക്റ്റ് ഉണ്ടോ അവരെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കർണാടകത്തിൽ പോയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ കൗമുദി പാമ്പിനെ പിടിക്കുന്ന വീഡിയോ കൊടുത്ത് പുള്ളി എടുത്ത് പാമ്പിനെ പിടിക്കണ്ട. പോപ്പിൻസിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത്, അതിഥി എന്ന പേരിന്റെ തന്നെ ബ്രാൻഡ് അംബാസിഡറായ വാവച്ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ. ഒരു അറസ്റ്റ് വാറണ്ട് ഒക്കെ വന്ന് ഒരു ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു കൊടും ഭീകരനാണ് മുന്നിലിരിക്കുന്നത്. എന്താണ് സംഭവം? അത് വളരെ സന്തോഷം. കാരണം വെച്ചാൽ അറസ്റ്റാണ് എനിക്ക് ശരി ഒന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം അവർ പറയുന്നത് ഒരു 2014 മറ്റാണ് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് പാമ്പ് കടിയും മരണമൊക്കെ ഉണ്ടായിരുന്നു. കടിയുടെ എണ്ണവും കൂടുന്നു, മരണവും കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അവിടുത്തെ സൂപ്പറുണ്ട് പുള്ളി ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന ആളാണ്. പുള്ളി പേര് ഞാൻ മറന്നു. പുള്ളി റിട്ടയർഡായി പോയി. ആ പുള്ളി എന്നോട് പറഞ്ഞ സുരേഷ്, ഇങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യണം. ഇങ്ങനെ ഇവിടെ നമ്മളെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കൊക്കെ ഒരു അവയർനെസ് ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡുകൾ ചെയ്യുന്നതിന് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഡെത്തിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറയാം. അപ്പോൾ നമ്മളത് പറയാതിരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് എയ്ഡുകളും ആദ്യത്തെ രീതി ഒരു ബ്ലഡ് ഇപ്പോൾ സിംറ്റംസ് പണ്ടൊക്കെ സിംറ്റംസ് നോക്കി ചികിത്സയായിരുന്നു. ഇപ്പോൾ സിംറ്റംസ് ഇല്ല. ഇപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വരുന്നതിൻ്റെ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ ഫസ്റ്റ് റിപ്പോർട്ട് വരുമ്പോൾ 1 മണിക്കൂർ എടുക്കും. ആ സമയത്ത് ഇൻറ്റിബേറ്റ് ഇപ്പോൾ ശ്വാസം മുട്ടലുണ്ടെങ്കിൽ മാത്രമേ ഒരു അമോർക്കൻ പാമ്പ് കോബ്രയുടെ ബൈറ്റ് ഏറ്റാൽ വെന്റിലേറ്റ് ചെയ്യില്ല, ഇൻറ്റിബേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ അതിന് മുന്നേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ നമുക്ക് കടിയേറ്റോ അവിടെ നീരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ പറയാം പാമ്പ് കടിയാണ്. അപ്പോൾ അങ്ങനെ ക്ലാസ് ഞാൻ ക്ലാസ് ചെയ്തു. അത് അപ്പോൾ ക്ലാസ് ചെയ്യുന്ന സമയത്ത് എല്ലാ പാമ്പിനും, അതായത് ഞാനിപ്പോൾ 2006 തൊട്ട് ഇങ്ങോട്ട് ക്ലാസ് ചെയ്യുന്നു. 2006 തൊട്ടെന്ന് വെച്ചാൽ അന്നത്തെ വനം വകുപ്പ് മന്ത്രിമാരുൾപ്പെടെ, അതായത് വിനോദ് സാർ ഉൾപ്പെടെ, അതുപോലെ നമ്മുടെ ഗണേഷ് സാർ, അങ്ങനെ അതിന് മുന്നേ ഉണ്ടായിരുന്ന വനം വകുപ്പ് മന്ത്രിമാരെല്ലാം അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാം, അവയർനെസ് ആവശ്യമാണല്ലോ. അവയർനെസ് ആവശ്യമുണ്ട്. പാമ്പുകൾ ഇപ്പോൾ നമുക്ക് പ്രദർശനം എന്ന് പറയുമ്പോൾ കൂടുതൽ കണ്ണടി കുട്ടിലിട്ട് സൂവിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. പൂജപ്പുര സ്നേക്ക് പാസ്റ്റ് പാർക്കിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ ധാരാളം മരണപ്പെടുന്നുണ്ട്. അപ്പോൾ പാമ്പുകളെ കാണിച്ചുകൊണ്ടുള്ള അവയർനെസ് ക്ലാസ് അതാണ് അനിവാര്യം എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് 2006 തൊട്ട് ഞാൻ ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ DFOമാരുടെ പെർമിഷൻ വാങ്ങുക. അപ്പോൾ അങ്ങനെ ആയപ്പോൾ നിത്യേന ഇത് തന്നെ ഡെയിലി പ്രോഗ്രാമാണ്, ഡെയിലി 4-5 പ്രോഗ്രാം. അപ്പോൾ തന്നിരുന്ന അധികാരികൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബാബുസുരേഷ് വനം വകുപ്പിൻ്റെ ആളാണ്. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തിന് ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് പെരുമ്പാമ്പ്, മൂർഖൻ, അണലി, ശംഖുവരയൻ, കാട്ടുപാമ്പ്, ഇങ്ങനത്തെ പാമ്പുകളെയൊക്കെ വെച്ച് ഇങ്ങനെ ആൾക്കാരെ, അതായത് അവിടുത്തെ ആൾക്കാരെ ബോധവൽക്കരിക്കേണ്ട. ഇന്ന പാമ്പ് ഇന്നതാണ്, ഇന്ന കളറാണ്, ഇതിന് ഇതന്നെയാണ് വിഷമുള്ളത്. അപ്പോൾ ഒരാൾ ഒരു പാമ്പിനെ കണ്ടാൽ ഓടി നെറ്റിൽ പോയി നോക്കി നെറ്റ് അറിയാത്തൊരു ചെയ്യും സാധാരണക്കാർ. നെറ്റിൽ കയറാനുള്ളത് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. അപ്പോൾ ഇത് ലൈവ് ഒരു ഫോട്ടോ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൊബൈലിൽ അല്ലെങ്കിൽ ഒരു ചാനലിൽ കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ലൈവ് കാണുമ്പോൾ അവർക്ക് ഇത് ഇന്നതാണ് പാമ്പ് അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ പോയി ക്ലാസ് ചെയ്ത് പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ ഞാൻ മൈക്കിൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു പാമ്പ് അങ്ങനെ ഇരിക്കൂ, അല്ലെങ്കിൽ പാമ്പ് ഇങ്ങനെ കിടക്കൂ എന്ന് പറഞ്ഞാൽ ആരും ക്ലാസ്സിന് ഒരു പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ഞാൻ തമാശയോട് ഉൾപ്പെടെ, അപ്പോൾ പാമ്പിൻ്റെ ഭാഷയുണ്ട്, സംസ്കൃതമാണ്, പാമ്പുകൾക്ക് മാത്രമാണ് ജാതി ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് സന്ധ്യയാകുമ്പോൾ വായിൽ കൂടി വീട്ടിൻ്റെ പരിസരത്ത് കപ്പ പുഴുക്കുന്ന മണം അനുഭവപ്പെടുന്നത് പാമ്പിൻ്റെ അല്ല, അത് മനുഷ്യൻ്റെ വായിൽ നിന്നാണെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കോമഡി രൂപേണയാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മൈക്കിൻ്റെ മുമ്പിൽ പാമ്പ് സംസാരിക്കാൻ പോയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓണാക്കി വയ്ക്കുമ്പോൾ അവനെ ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതിൽ ഊതും. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ അത് പല ഇങ്ങനെയൊക്കെ പോകും. എന്നിട്ട് ഈ അവസാനം പറയും, പാമ്പ് എന്താണ് പറഞ്ഞതെന്നറിയാം, നമുക്ക് നമ്മൾ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ആർക്കും വേണം. അപ്പം ഞാൻ ആ സ്ഥാനം ഇപ്പോൾ കോഴിക്കോട് പഠിക്കണം. അപ്പം ഞാൻ പാമ്പിനെ കൊണ്ട് പാമ്പ് എന്താണ് പറയുന്നത്, കോഴിക്കോട്. എന്നിട്ട് നമ്മൾ
മെഡിക്കൽ കോളേജ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ തമാശ. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ വന്ന് അപ്പോൾ ഒരു പിറ്റേന്ന് അത് വാർത്തയാക്കി കറണ്ട് പോയപ്പോൾ പാമ്പിനെ മൈക്കാക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ അവന്മാരുണ്ട്, വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത കുറേ. അതായത് വന്യജീവികളെ വേട്ടയാടി തിന്നുന്നവന്മാരുണ്ട്. ഒരുപാട് പേരുടെ പേരിൽ ലിസ്റ്റ് ഉണ്ട്. ഞാൻ ഇത്രയും നിയമം പറയുന്നവനൊക്കെ ഇവര് എൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാനെടുത്തു. ഞാൻ തെളിവ് സഹിതം ഇടുക്കി ജില്ലയിൽ ഒരു കാട്ടുപോത്തിനെ വെടിവെച്ച് ഒന്ന് തല എവിടെ കുഴിച്ചിട്ടിരിക്കുന്നുള്ള ഡീറ്റെയിൽസ് ഞാനിത് ഓപ്പണായിട്ട് നിന്നാണ് പറയുന്നത്. ഒരു റേഞ്ച് ഓഫീസർക്ക് DFOയ്ക്ക് വായിച്ചു കൊടുത്തു. ഇന്ന് വരെ ഇവന്മാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇങ്ങോട്ട് ബഹുമാനമില്ല, നമ്മൾ അങ്ങോട്ട് ബഹുമാനിക്കേണ്ട കാര്യമില്ല. ഒരുത്തനെ ഇങ്ങോട്ട് ബഹുമാനുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് കാണിക്കുള്ളൂ. അവരെ വരാൻ നമ്മളെ അപ്പനോ ചിറ്റപ്പനോ ഒന്നുമല്ല, മനസ്സിലായില്ല. അപ്പോൾ ഇവന്മാർ ഞാൻ ആ ഫോട്ടോ സഹിതം അയച്ചു കൊടുത്തിട്ട് ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. പഴവുണ്ണി ഷെഡ്യൂളിൽ പെടുന്ന പഴവുണ്ണി വന്യമൃഗമായ കാട്ടുപോത്തിനെ കൊന്നതിൻ്റെ കേസ് എടുത്തിട്ടില്ല ഇതുവരെ. അതുപോലെ 5 കേസിലെ പ്രതിയാണ് ഇന്ന് പാമ്പിനെ പിടിക്കുന്ന ഒരാൾ ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്ത്. 5 വനം വകുപ്പിൻ്റെ കേസുകൾ, ഒരു പ്രശ്നമില്ല. ആ കേസൊക്കെ എവിടെ പോയെന്നല്ലോ, കേസ് കൊടുത്തവൻ കേസിലെ പ്രതിയായി സസ്പെൻഷനിൽ പോയി. ഇതാണ് നമ്മുടെ നാട്. ഇപ്പം എൻ്റെ പടലേക്ക് ഇറങ്ങാൻ ഈ പേര് കേൾക്കുമ്പോൾ പലർക്കും ചൊറിച്ചിലുണ്ടാവും. അതെന്താണ് കാര്യം? ഞാൻ നിത്യേനെ കുളിക്കാറുണ്ട്. പിന്നെ ഇവർ കുളിക്കുമല്ലോന്നൊന്നും എനിക്കറിയില്ല, നോക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ഞാൻ ഇതിനൊന്നും ഞാൻ പ്രതികരിക്കാറില്ല. കാരണം നമ്മളെല്ലാവരും കുളിക്കുന്നത്. അപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ ടവൽ ഉപയോഗിച്ച് തല തുടയ്ക്കാറുണ്ട്. തല ഇങ്ങനെ തുടച്ചിട്ട് നോക്കുമ്പോൾ അതിൽ കുറേ രോമങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞിരിക്കും. അത് നമ്മളെന്താ ചെയ്യുക? പിടിച്ച് വീണ്ടും പിറക്കി വയ്ക്കുമോ? ഇല്ല, അതങ്ങ് കുടയും, അതങ്ങ് താഴെ പോവും. അതായിട്ട് മാത്രമേ ഇങ്ങനത്തെ പ്രതികരണങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ ക്ലാസ് ചെയ്തു. അപ്പോൾ ഉടനെ അന്ന് അന്വേഷണം. ഉടനെ ഞാൻ അവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞ് ഞാൻ പിന്നെ വയനാട്ടിലേക്കാണ് പോയത്. ആ റിസോർട്ടിൽ പോയിരിക്കുന്നു. ഞാൻ എന്തൊക്കെ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അവരെന്നെ വിളിച്ചിരുന്നു പിറ്റേന്ന്. സുരേഷ് ജി, ഇവിടെ വനംവകുപ്പുകാർ വന്നിരുന്നു. സുരേഷ് ജി അവിടെ നിന്ന് എന്നിട്ട് അവിടെ ചെന്ന് ഒരു 2-3 ജീപ്പ് അങ്ങ് ചെന്ന് ഇറങ്ങിയിട്ട് ഒരു ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അന്വേഷിക്കണം എങ്ങനെയാണോ പോണത്? ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ചെന്ന് പടയോടെ 4 സൂപ്പറിനെ വിളിച്ചു, സുരേഷ് ഇവിടെ ഒരു 5-6 ജീപ്പ് ഇങ്ങനെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് വലിയ കൊള്ളക്കാരെ പിടിക്കാൻ കാര്യങ്ങളൊക്കെ വന്നിറങ്ങി കുറേ മരുന്ന് ഇവിടെ എല്ലാവരും ചോദ്യം ചെയ്യൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങ് കഴിഞ്ഞു പോയി. അത് പിന്നെ ഞാൻ വിചാരിച്ച് ഇപ്പോൾ ക്ലാസ് എടുത്ത് ചിലപ്പോൾ നമ്മളെ വിളിച്ച് എന്തൊക്കെയാണ് കാര്യം, എങ്ങനെയാണ് ചെയ്ത്, ആര് പറഞ്ഞതൊക്കെ ചോദിച്ചിട്ട് അതങ്ങ് മടക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അതങ്ങ് മടക്കേണ്ടത്. അത് കേസെടുക്കേണ്ട കാര്യമൊന്നും ഇതിലില്ല. അതിനേക്കാളും വലിയ അഴിമതിയാണ് ഇതിനകത്ത് നടക്കുന്നത്. അഴിമതിയുടെ കൂമ്പാരമാണ്. അവന്മാർ വെടിവെച്ച് പിടിക്കുന്ന ഒരു സാധനം പോലും ജീവിക്കുന്നില്ല. മയക്കുപടി എന്ന് പറഞ്ഞ് വെച്ച് കിടിക്കുന്ന ഒരു സാധനം ജീവിച്ചായിട്ട് നിങ്ങൾ ഒരു 10 വർഷത്തിന് പറഞ്ഞ് നിങ്ങൾക്ക് തെളിവ് വരാൻ പറ്റും. ഒരു സാധനം പിടിച്ച് നിങ്ങൾക്ക് തെളിവ് വരാൻ പറ്റും. ഇന്ന് ഇവിടെ പാമ്പിനെ ട്രെയിനിങ് എന്ന് പറഞ്ഞ് പാമ്പിനെ പിടിക്കാൻ പാടില്ല, പ്രദർശിപ്പിക്കാൻ പാടില്ല, കാണാൻ പാടില്ല എന്ന് പറയുന്ന ഇവന്മാർ കാണിക്കുന്ന പോക്കത്തരം എന്തിനാണെന്ന് അറിയാമോ? ഒരു റോഡേ പോണവരെ വിളിച്ച് പാമ്പിനെ തൊടിയിപ്പിക്കുന്ന, എന്നിട്ട് നീ പോയി പാമ്പിനെ പിടിച്ചോ എന്ന് പറയും. അതിൻ്റെ പോളിസി എന്താണെന്ന് അറിയാം. എനിക്കൊരു കടി കിട്ടി, കോട്ടയത്ത് വെച്ച് കടി കിട്ടിയ സമയത്താണ് എനിക്കെതിരെ ഒരു ഓഫീസർ, അൻവർ എന്ന് പറഞ്ഞ ഓഫീസർ ഒന്ന് പച്ചയ്ക്ക് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞില്ല. അങ്ങനെയാണ്, ഇങ്ങനെ മാങ്ങയാണ്, തേങ്ങയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചൊരു ഗവൺമെൻറ് ജീവനക്കാരൻ ഇങ്ങനെയൊന്നും പറയാനുള്ള അധികാരമുണ്ടോ? എന്നെ വിളിച്ച് ചോദ്യം ചെയ്യാം ഓഫീസിലേക്ക്, ഒരു ചാനലിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് പോയിട്ട് ഇദ്ദേഹം പിന്നെ എപ്പോഴും എനിക്കെതിരെ ഇദ്ദേഹം പ്രവർത്തിക്കണം. എനിക്ക് എൻ്റെ ഫോട്ടോ, ഞാൻ ഏതെങ്കിലും ഒരു 18 ഫോട്ടോ, ഇപ്പോൾ വനം വകുപ്പിൽ ഇപ്പോൾ ശബരിമല ഡ്യൂട്ടി ചെയ്തപ്പോൾ ബൈജു കോട്ടപ്പടം തന്നെ പുള്ളി ഞാനും കൂടെ നിൽക്കുന്ന DP ആയിരുന്നു പുള്ളി ചെയ്തത്. പുള്ളി അപ്പോൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ടാണ് അവനെ ശബരിമലത്തേക്ക് ഇപ്പോൾ വാച്ചറായിട്ട് ജോലിക്ക് കയറ്റിയിരിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ബൈജു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞാനാണ് പുള്ളിയുടെ വീട്ടുകാര്യങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത്. പല കടമൊക്കെ വാങ്ങിച്ചാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ വിളിക്കാറില്ല, മിണ്ടാറില്ല, സംസാരിക്കാറില്ല. കണ്ണൂർ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു, ചേട്ടൻ ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു എൻ്റെ മൊബൈലിൽ കിടന്നത്. അത് ഇന്ന ആൾ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാനോട്ട് ആരൊക്കെ കോൺടാക്റ്റ് ഉണ്ടോ അവരെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കർണാടകത്തിൽ പോയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ കൗമുദി തിരിച്ച് വേണ്ട പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ മുസ്തഫ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട കോഴിക്കോട് അല്ല മലപ്പുറത്തുള്ള ഒരാളെ വിളിച്ചു. പുള്ളി വന്ന് എനിക്ക് കോളുണ്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ പുള്ളിയായിട്ട് യാത്ര ചെയ്ത് പാമ്പിനെ പിടിക്കുന്ന വീഡിയോ കൊടുത്ത് പുള്ളി എടുത്ത് പാമ്പിനെ പിടിക്കണ്ടാകും. അങ്ങനെ ഞാനോട്ട് ആരാണോ കണക്ഷനുള്ള അവരെ പരമാവധി ദ്രോഹിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലൊരു ഭരണകൂടം ഉണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. എൻ്റെ ചോദ്യം ഇതാണ്, കേരളത്തിലൊരു ഭരണകൂടം ഉണ്ടോ? കേന്ദ്ര വൈൽഡ് ലൈഫ് നിയമത്തെ ഭേദഗതി ചെയ്യാനായിട്ട് സംസ്ഥാനത്തുള്ള വനം വകുപ്പിന് നിയമമുണ്ടോ? എൻ്റെ ചോദ്യങ്ങൾ ഇതാണ്. ഞാൻ ചോദിച്ചു, എന്നെ തൂക്കിക്കൊല്ലാനൊന്നും നിയമമില്ല. അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? എനിക്കറിയില്ല. എൻ്റെ പേര് കേൾക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ചൊറിച്ചിലാണ്. എന്താണ് കാര്യമൊന്നും എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ പുതിയ തലമുറ പയ്യന്മാരെ മൊത്തം എനിക്കറിയാം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ 2006 രാജഗോപാലെ കഴുതി പിടിച്ചിട്ടൊരു ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഫോട്ടോ. ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഇവർ നാട് മൊത്തം ക്ലാസ് എടുക്കുന്നത്, പാമ്പിനെ അങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തുള്ള സയൻറ്റിസ്റ്റുമാർ മൊത്തം ഇയാളെക്കാളും പൊട്ടന്മാരാണോ?
പാമ്പിനെ മിൽക്ക് ചെയ്യുന്നത്, പാമ്പിനെ പേരിട്ട് മണിക്കുട്ടി ഇഞ്ഞ് വാ, പാമ്പിൻ്റെ വനം കൊണ്ട് കുത്തി ക്ലാസ്സിൽ തന്നിട്ട് വന്നിട്ട് പാമ്പ് വരും. എല്ലാവരും തലയിൽ പിടിച്ചല്ലേ വനം മിൽക്ക് ചെയ്യുന്നത്, ലോകമെമ്പാടും വേൾഡ് മുഴുവനും. അപ്പോൾ ഈ കേരളത്തിൽ എങ്ങനെയാണ്? കേരളത്തിൽ മാത്രം പാമ്പിനെ വിളിച്ചിട്ട് അഞ്ഞ് വാ മണിക്കുട്ടി, അല്ലെങ്കിൽ ചന്ദ്ര ഇഞ്ഞ് വാ, ഇതിനെ കൊണ്ട് വനം തന്നിട്ട് വന്ന് പാമ്പ് കൊണ്ട് ക്ലാസ്സിൽ കുത്തി വെച്ച് എല്ലാം തലയിൽ പിടിച്ച് കടിപ്പിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. പ്രസ് കൊടുത്താൽ മാത്രമേ ഈ ഗ്ലാൻഡിൽ നിന്ന് വനം പുറത്തേക്ക് പൂർണ്ണമായിട്ട് വരുള്ളൂ. അതാണ് ചെയ്യുന്നത് എല്ലാ റിസർച്ച് സെൻ്ററിലും. ഒരു പാമ്പും മരിക്കുന്നില്ല, ഒരു പാമ്പും മരിക്കുന്നില്ല. ഇവിടെ കണ്ണൂർ ഈ താമരശ്ശേരി എൻ്റെ പേരിൽ കേസെടുത്ത സ്ഥലത്ത് 100 കണക്കിന് പാമ്പ് ചത്തതിൻ്റെ കേസ് എൻ്റെ പേര് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, വാവ സുരേഷ് കൊന്ന ഒരു പാമ്പെന്ന് പറഞ്ഞ ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഒരു തെളിവോ ഈ നാട്ടിൽ കിട്ടില്ല. ഇപ്പൊ എന്റെ നാട്ടിൽ എൻ്റെ കയ്യിൽ പാമ്പിന് ഞാൻ ഇന്നലെ ഒരു 2-3 പാമ്പിനെ ഇന്നലെ ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ മണ്ണെണ്ണ കുളിപ്പിച്ചു വെച്ചു. ഇതൊക്കെ എന്ത് ചെയ്യും? മരിച്ചു വരുള്ളൂ. ഞാൻ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പൊള്ളിപ്പോയി, ആസിഡ് പോലത്തെ സാധനം, ഇത് വീണ് ഇത് അങ്ങ് മരണപ്പെടും. ഡെയിലി ഒരു വർഷത്തിൽ എത്ര പാമ്പുകൾ അങ്ങനെ പറഞ്ഞത്? ഒരു 100 അല്ല 150 അല്ല. ഈ സാധനം ജനങ്ങളുടെ ജീവന് നമ്മൾ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം. ഇപ്പൊ കാട്ടിലെ നിയമം എന്നുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് പിന്നെയും ബഹുമാനം മര്യാദയുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ വയനാട്ടിൽ ചൂരൽമലയിൽ പ്രളയം നടന്ന സമയത്ത് അമ്മ രാത്രി ആനയ്ക്ക് മുന്നിൽ ഇരുന്നു എന്നാണ് പറഞ്ഞത്. അമ്മയും മോൾ കണ്ടല്ലോ, ഒരു കുട്ടിയായിട്ട് ആന ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. അത്രയും പോലും സ്നേഹവും ബഹുമാനവും ഇല്ലാത്തവന്മാരാണ് ഇവന്മാർ. എല്ലാവരും അല്ല, അപൂർവം. ഞാനാണ് ഇവിടെ എന്തോ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പാമ്പിൻ്റെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഒരു DFO സർക്കാർ ശമ്പളം 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ ഈ നാട് മൊത്തം കറങ്ങി നടക്കണ്ടായിരുന്നെങ്കിൽ അവിടെയൊക്കെ പാമ്പ് കൊടുത്ത കല ഇയാളെന്തിനാ പോണത്? ഈ DFOക്ക് വേറെ ജോലിയൊന്നുമില്ലേ? സർക്കാരിൻ്റെ ശമ്പളം നമ്മളെപ്പോലുള്ളൊരു കടമടയ്ക്കുന്ന പൈസയാണ് ഇവരൊക്കെ വാങ്ങി തിന്നുന്നത്, എന്നിട്ട് നമ്മളെ പടലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നെ മാത്രമേ ഉള്ളൂ കുഴപ്പം. എൻ്റെ അടുത്ത് ആര് സംസാരിക്കുന്നു, ആര് മിണ്ടുന്നു, അവനെ ദ്രോഹിക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പം നമ്മുടെ റോഷ്നി രാജവമ്പരെ പിടിച്ചു. റോഷ്നി എന്ന് പറഞ്ഞ രാജവമ്പരെ പിടിച്ചു. കാട്ടിനകത്ത് നിന്നാണ് പിടിക്കുന്നത്. കാട്ടിനകത്ത് 1 മണിക്കൂർ കൊണ്ടാണ് അത് പിടിക്കുന്നത്. പക്ഷെ അതിൻ്റെ ക്യാപ്ഷൻ 5 മിനിറ്റ് കൊണ്ട് പിടിച്ചു എന്നുള്ളതാണ്. ക്യാപ്ഷൻ 5 മിനിറ്റ് കൊണ്ട് പിടിച്ചു എന്നുള്ളതാണ്. 1 മണിക്കൂർ കൂടെ ഉള്ള 1 മണിക്കൂർ എടുത്താൽ അതിനൊരു പ്രശ്നമില്ല. കാട്ടിനകത്ത് നിന്ന് പിടിക്കുന്നത്. അവരുടെ പേരിൽ 5 കേസ് എടുത്തിട്ടുണ്ട് ഫോറസ്റ്റ് വനം വകുപ്പ്. അവർക്ക് 5 കേസുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? 5 കേസ് രജിസ്റ്റർ ഉണ്ട് അവരുടെ പേര്. അവരെ സസ്പെൻഷൻ വരെ ആയതാണ് അവർക്ക്. അവരെ പേരിൽ 5 കേസ് എടുത്തിട്ടുണ്ട് വനം വകുപ്പ്. എന്നിട്ട് അവരൊന്നും പാമ്പനെ പിടിക്കുന്നില്ലേ? എന്തുകൊണ്ട് വിലക്കുന്നില്ല? അപ്പൊ ഇത് എന്താ പറയുക, ഒരു പഴഞ്ചൊല്ലില്ല, അമ്മാവിക്ക് അടുപ്പിലും ആവാതെ, അങ്ങനെ എന്തൊരു സംഭവമുണ്ട്. അതുപോലെയാണ് ഈ കാണിക്കുന്നത്. ഇവർക്ക് വേറെ ആരോട്ടും ഒരു പ്രശ്നമില്ല. ഞാനുണ്ടാവാൻ പാടില്ല. അത് ഇവരുടെ ഒരു കുറേ നാളുകൊണ്ട് ഒരു അജണ്ടയാണ്. നമ്മളിരിക്കുമ്പോൾ PTRൽ കഴിഞ്ഞ ആഴ്ച നടന്നൊരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ വനം വകുപ്പിൻ്റെ ഈ അൻവർ എന്ന് പറഞ്ഞ അയാളും വേറെ 3 പേര്, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡുള്ള 3 പേരുടെ മാറി നിന്നുള്ള ചർച്ചയാണ്. എന്താണെന്നറിയാമോ? ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വാവാ സുരേഷിനെ പൂട്ടണം. അത് പൂട്ടിയിരിക്കും. വാവാ സുരേഷിനെ പൂട്ടിയതുകൊണ്ട് ഇവർക്ക് എന്ത് എനിക്കറിയില്ല. എനിക്കത് മനസ്സിലാണല്ലോ. വ്യക്തിഹത്യ എന്ന് പറഞ്ഞ സാധനം. എൻ്റെ യഥാർത്ഥത്തിൽ ഇവർ എന്താ പറയുക, ഇവർക്ക് എന്തോ ഒരു അജണ്ടയാണ്. കാരണം ഇവരുടെ കൊള്ളരുതായികൾ ഞാൻ വിളിച്ച് പറയും. ഞാൻ ചോദിക്കട്ടെ, സർപ്പ എന്നൊരു ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആപ്പ് കള്ളത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം. സർപ്പ എന്നൊരു ആപ്പ് വനം വകുപ്പിൻ്റെ പേരിൽ വനം വകുപ്പല്ല നിയന്ത്രിക്കുന്നത്. വേറെ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? പറയാൻ ആംബിയറില്ല. ഒരാളിൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. ആ ആളിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആളുടനെ എന്നെ വിളിച്ചില്ല, കൗമുദിയുടെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് 30 മിനിറ്റ് സംസാരിച്ചു. എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. 30 മിനിറ്റ് സംസാരിച്ചു. ഇതിൻ്റെ ഇൻകമൊക്കെ എവിടെ പോണത്? ആരാ ഇതൊക്കെ? ഈ ചാനലിൽ കൂടെ വരുന്ന ഇൻകം ആർക്കാണ് പോണത്? ഈ കേരളത്തിലെ പാമ്പുകളുടെ ഡാറ്റാസ് ആർക്കാണ് കിട്ടുന്നത്? വനം വകുപ്പിനാണോ? ഈ പുറത്തൊരാളിൻ്റെ അല്ല കേരളത്തിലെ വനം വകുപ്പിൻ്റെ എംബ്ലം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പേരിൽ ഉപയോഗിക്കുന്ന ആപ്പിൽ ഉപയോഗിക്കുന്നത്? ഇതൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുഴപ്പം. ഇതൊക്കെ ഞാൻ ചോദിച്ചു. പിന്നെ എവിടെ ഒരു പോളിസി കേരളത്തിൽ ഒരു പാമ്പ് കൊടുത്തക്കാരനും പാമ്പ് കടി കിട്ടൂല എന്നും പറഞ്ഞാണ് ഈ ആപ്പ് തുടങ്ങിയത്. ഈ ബെനിങ്ങാന്ന് മലപ്പുറത്ത് കടികിട്ടിയത് ഉൾപ്പെടെ 121 കടി കിട്ടി 4 വർഷം കൊണ്ട്. ഞാൻ 2006 വനം വകുപ്പിന് ട്രെയിനിങ് കൊടുത്തു. 2006 ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരാളിന് ഇന്ന് വരെ കടിയിട്ടിട്ടുണ്ടോ ചോദിക്കുന്നുള്ളൂ. ഒരാളിന് കടിയിട്ടിട്ടുണ്ടോ? ഒരാളിന്. പിന്നെ ഒരു JP എന്ന് പറഞ്ഞ ഒരു ജയപ്രകാശ് എന്ന് പറഞ്ഞ വനം വകുപ്പുകാർ കടിയിട്ട് ഞാൻ പുള്ളിക്ക് ട്രെയിനിങ് കൊടുത്തിട്ടൊന്നുമില്ല. പുള്ളി ഞാൻ പിടിക്കുന്ന കണ്ട് പോയി പിടിച്ച് പുള്ളി ഇഷ്ടംപോലെ കടി വാങ്ങിച്ചു. പുള്ളി റിട്ടയർഡ് ആയി പോയി. പുള്ളി കടിയിട്ട കടിയിട്ടുന്ന സമയത്തുള്ള വേറൊരു സംഭവമാണ് പുള്ളിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി കടിയിട്ടത്. അതുകൊണ്ടാണ് പുള്ളി കടി കിട്ടുന്നത്. മനസ്സിലായില്ല? അതൊന്ന്. രണ്ടാമത്തെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഈ ആപ്പ് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞപ്പോൾ ഞാൻ വള്ളിനിക്കർ പ്രായത്തിൽ കൊണ്ടുവരുന്നൊരു പയ്യനാണ് ഷിബു എന്ന് പറഞ്ഞ പയ്യൻ. പുള്ളി ഇപ്പോൾ പാമ്പ് കടിയിട്ട് പുള്ളി എന്നെ കണ്ണണം പോയിട്ട് പുള്ളി മുന്നോട്ട് എന്നിട്ട് ഞാൻ പാമ്പിനെ പിടിക്കുമ്പോൾ മതിലിടിക്കാനും മണ്ണ് മാറ്റാനൊക്കെ വന്നുകൊണ്ടിരുന്നത് ചെറുക്കനായിരുന്നു.
ആ പയ്യനെ എനിക്കെതിരെയാക്കി. എന്നിട്ട് അവനെ ട്രെയിനിങ് കൊടുത്തു കൊണ്ടുവന്നു. ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ പാമ്പടിയിട്ട് മരണപ്പെട്ടു. 3-4 വർഷമായി. പൊന്മുടി കാട്ടിനകത്ത് വെച്ചാണ് കടിയേറ്റ് മരണപ്പെടുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണെന്ന് പറയാം, ആൽക്കഹോളായിരുന്നു. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പോയി കാട്ടിൽ കൊണ്ടുപോയതാരാ? ഈ പൊന്മുടി കാട്ടിൽ എന്തിനാ പോയത്? വൈകിട്ട് 5 മണി 6 മണിക്ക് എന്തിനാ പോണേ? അവിടെ വെച്ച് എങ്ങനെ കടി കിട്ടിയത്? കയ്യിൽ ഇവിടെയാണ് കിട്ടി, എങ്ങനെ കടി കിട്ടി? എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഖ്യ കിട്ടും. ഞാനത് പറഞ്ഞാൽ അത് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് പൂജപ്പുര സ്നേഹകാലം തിരുവനന്തപുരം മൃഗശാലയിൽ ഒരു ഹർഷാദ് പാമ്പടിയിട്ട് മരണപ്പെട്ടു. രാജഗോപാൽ അടിച്ചാൽ മതി. അത് സൂയിസൈഡാന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ്. അത് സൂയിസൈഡായിരുന്നു. അത് അപ്പോഴേ ഞാൻ സൂയിസൈഡെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് നിർത്തി. അത് പുള്ളിയുടെ വാപ്പ എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ സുരേഷ് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതാണ് ഇല്ലാതായിക്കളായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒന്നും മിണ്ടാൻ പോയില്ല. പുള്ളിക്ക് 40 നഷ്ടപരിഹാരം കിട്ടി. പിന്നെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ജോലി സൂര്യ കിട്ടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ തെറ്റ് കണ്ടാൽ പറയാൻ പാടില്ല. ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒറ്റ ജീവികൾ അത് പാമ്പുകൾ മാത്രമാണ്. വേറെ ഒന്നുമില്ല. അവർക്ക് എന്താ ചതിയില്ല, ചവിട്ടിയാൽ കടിക്കും. ചുമ്മാ ഞാൻ പോയി പിടിക്കുന്നതുകൊണ്ടാണ് എൻ്റെ കടിയല്ല. ഒരു പാമ്പ് എൻ്റെ വീട്ടിൽ വന്ന് വാവഞ്ഞോട്ടാ സുരേഷ് ഇങ്ങോട്ട് ഇറങ്ങുക, ഞാൻ കടിച്ചോട്ടെന്ന് പറഞ്ഞ ഒരു പാമ്പും കടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഇത് എനിക്കെതിരെയുള്ളൊരു അജണ്ടയാണ് കേരളത്തിൽ നടക്കുന്നത്. അത് എന്തുകൊണ്ട് വനം വകുപ്പിൻ്റെ മന്ത്രിമാർ ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ചോദ്യം. അത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തുറന്ന് പറയാൻ എന്നെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ നിയമമില്ല. 2 വനം വകുപ്പ് മന്ത്രിമാരും വെറും വേസ്റ്റായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി വരുന്നതിലെങ്കിലും ആരെങ്കിലും ഉണ്ടെന്നല്ല. ഇപ്പോൾ ഇരുന്നതിൽ എനിക്ക് ബഹുമാനം തോന്നിയിട്ടുള്ള 2-3 പേരാണ്. ഒന്ന് നമ്മുടെ ബെനോവിച്ച് സാർ, ഒന്ന് ഗണേഷ് സാറ്, പിന്നെ ഒന്ന് നമ്മുടെ തിരുവഞ്ചൂർ സാർ. അങ്ങനെ 3-4 പേരേ ഉള്ളൂ. 3-4 പേരെ മറ്റേ ഉള്ളൂ. ബാക്കി എല്ലാം വനം എന്താണെന്ന് അറിഞ്ഞൂടാ, വന്യജീവി എന്താണെന്ന് അറിഞ്ഞൂടാ. വന്യജീവി ഇപ്പോൾ ഇരുന്ന പുള്ളിക്കാണെങ്കിൽ പുള്ളി മനുഷ്യന് ഒരു വിലയും കൊടുക്കുന്നില്ല. പുള്ളിയുടെ സംസാരം കേട്ടതിന് തന്നെ നമുക്ക് വിഷമം തോന്നും. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്തിനെടുത്ത് വെച്ചിരിക്കുന്നു? ഇപ്പോൾ കേട്ടപ്പോൾ എന്നെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റത്തില്ല. പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും വനം വകുപ്പ് മന്ത്രിയായിട്ട് വെക്കരുത്. വനം അറിയാവുന്ന, വന്യമൃഗങ്ങൾ അറിയാവുന്ന, ജനങ്ങളെ കൂടെ സേവ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ആയിരിക്കണം. ഇത് ഞാനൊരു പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് പുള്ളിക്ക് കണ്ണൂരും കണ്ടു. പുള്ളി ഇങ്ങനെ വാങ്ങിച്ചു നോക്കിയിട്ട് അപ്പോഴേ ഞാൻ എൻ്റെ കൂടെ വന്നാണ് വേറെ ജോലിയില്ലെന്ന് ചോദിച്ചു. ഒരു പരാതി കൊടുത്താണ് ഇയാൾക്കെതിരെ. ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു 10-20 പേജുള്ള ഒരു പരാതി കൊടുത്താണ്. വാങ്ങിച്ചു ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചു. മറ്റൊരാളുടെ ചോദിച്ചപ്പോൾ അത് വനം വകുപ്പ് വാവത്തിൽ പിടിക്കുന്ന പാമ്പിനെ എവിടെ വിടുന്നു എന്നൊക്കെ അല്ലേ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടല്ലേ വിടുന്നത്? ഒരു സാമാന്യ ബോധം വേണ്ടേ? ഇതിൻ്റെ മുന്നേ ഇരുന്ന വനം വകുപ്പ് മന്ത്രി ചോദിച്ചാണ്. അത് വാവത്തിൽ അതല്ലേ അവർ അന്വേഷിക്കണമെന്ന്. ശരി തരാം, അതിന് പിടിച്ചു വാങ്ങിച്ചു. ഞാൻ പേപ്പറിഞ്ഞ് വാങ്ങിച്ചു. ഞാൻ കയറി ചവറ്റ് വിട്ടേലിട്ടു. എന്തിനാണെന്ന് വെച്ചാൽ അത് ഇവർക്ക് ഞാൻ പറഞ്ഞു ഇപ്പം നടക്കുന്ന ഒരു അജണ്ടയാണ്. അതിൻ്റെ അടിയിലെ കമൻസുകൾ നിങ്ങൾ നോക്കിയാണ്. ഇതൊരു അജണ്ടയാണ്. അജണ്ട ഒരു ടീം വർക്കാണ് നടക്കുന്നത്. ടീമായിട്ട് വർക്ക്, കുറച്ച് പേര് ടീമായിട്ടുന്നുണ്ട്. ഇയാളുടെ അടിമയായിട്ടുന്നുണ്ട്. എത്ര പേര് മാറിയെന്ന് നിങ്ങൾക്കറിയാം. 118 121 കടി കിട്ടി. ഏതെങ്കിലും ഒരു മീഡിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മീഡിയ വാർത്ത കൊടുത്തിട്ടുണ്ടോ? കൊടുക്കൂല. ഇവർ മിണ്ടൂല, ഒളിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ഇവർ തന്നെ പറയുന്നു കേരളത്തിൽ പാമ്പടി കുറഞ്ഞു. എവിടെ പാമ്പടി കുറഞ്ഞു? 2 വയസ്സുള്ള കുട്ടിക്ക് വരുന്ന മനിയാന്ന് കടിയിട്ട് ഹോസ്പിറ്റലിൽ തീരെ തെറ്റടക്കുക. ഒരു 3-4 ദിവസത്തിന് മുന്നേ. ഇപ്പോൾ ഈ 4 ദിവസം അവരെല്ലാം എനിക്ക് വീഡിയോസ് അയക്കും, ഫോട്ടോസ് അയക്കും.